वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई। एक बार मोदी जी के लिए जोरदार ताली बजाओ। उन्होंने कपड़े उतार के हमारे हिंदुओं को मारा और मोदी जी ने उनकी बहन को उनकी ऐसी की तैसी करने हमारे जहाज से उनके घर। अब मोदी जी कपड़े तो उतार नहीं सकते थे, इसलिए उनके समाज की बहन को भेजा कि तुमने हमारी बहनों को अगर विधवा किया है तो तुम्हारे समाज की बहन आके तुम्हें नंगा करके छोड़ेगी। देश का सम्मान, मान सम्मान हमारी बहनों का सुहाग कब बदला? तुम्हारी जाति की समाज की बहनों को पाकिस्तान भेजकर अगर कोई ले सकता है। और उन्होंने कहा था മതതീവ്രവാദം മനുഷ്യന്റെ മതം തിരഞ്ഞപ്പോൾ വിഘടിച്ചു പോകാവുന്ന മാനവികതയെ ഇന്ത്യ എന്ന വികാരത്തിൽ ചേർത്തു നിർത്തിയ പേര് കേണൽ സോഫിയ ഖുറൈഷി. ഒരു അന്താരാഷ്ട്ര സൈനിക അഭ്യാസ ക്യാമ്പിൽ ഇന്ത്യൻ സേനയെ നയിച്ച ആദ്യ വനിതാ ഓഫീസർ. 2016 17 രാജ്യങ്ങൾ പങ്കെടുത്ത ആസിയാൻ സൈനിക ക്യാമ്പിൽ 40 അംഗ സേനാ വിഭാഗത്തെ നയിച്ച ഇന്ത്യൻ പെൺകരുത്ത. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിത. വിശേഷണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും മതം തിന്നുന്ന ബിജെപിക്ക് സോഫിയ ഖുറൈഷി എന്ന് കേട്ടാൽ ഭീകരവാദികളുടെ സഹോദരിയാണ്. 2014 ശേഷം രൂപപ്പെട്ട പ്രത്യേകതരം ദേശീയതയിൽ വിരാജിക്കുന്ന ബിജെപിയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ നെടുനീളൻ മാപ്പപേക്ഷകളിൽ നിന്നായതിനാൽ സോഫിയ ഖുറൈഷിക്കെതിരെയുള്ള കൊടും വർഗീയതയിലും മാപ്പ് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്ന ബിജെപി മന്ത്രി വിജയ് ഷാ രാജ്യത്തിനൊരു പുതിയ കാഴ്ചയല്ല. പക്ഷേ മാപ്പ് പറഞ്ഞതുകൊണ്ട് ഇല്ലാതാകുന്നതാണോ ബിജെപിയുടെ വർഗീയ നാവും വിഘടന തന്ത്രവും? മുസ്ലിം മത തീവ്രവാദം രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ജീവനെടുക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ ഞാനൊരു മുസ്ലിമാണ് പക്ഷേ ഭീകരവാദിയല്ല എന്ന ഐക്യത്തിന്റെ സന്ദേശം പകർന്ന സോഫിയ ഖുറൈഷിയുടെ ദേശീയത അളക്കാൻ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതിയ ഒറ്റുകാരുടെ പിന്മുറക്കാർക്ക് എന്ത് അവകാശം? സാധ്യമായ എല്ലാ ഘട്ടത്തിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ വിഷം തുപ്പുന്ന നരേന്ദ്രമോദി നയിക്കുന്ന ബിജെപിയിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിലും ഭീകരവാദത്തിനെതിരായ പോർമുഖത്ത് നിന്ന ഒരു ഉദ്യോഗസ്ഥയെ മതം തിരഞ്ഞാക്രമിക്കുന്നത് അതേ ഭീകരവാദത്തിനാണ് വളമാകുകയെന്ന സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകണം സംഘപരിവാറിന്. കേന്ദ്ര സർക്കാർ തീരുമാനം വിശദീകരിച്ച വിക്രം മിശ്രി എന്ന വിദേശകാര്യ സെക്രട്ടറിക്ക് സമൂഹ മാധ്യമ അക്കൗണ്ട് തന്നെ പൂട്ടിപ്പോകേണ്ടി വന്നതും മുസ്ലിം ആയതിന്റെ പേരിൽ വർഗീയവാദികളാൽ ആക്രമിക്കപ്പെടുന്ന സോഫിയ ഖുറൈഷിയുമാകരുത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുഖം. വിജയ് ഷായെ പോലുള്ള വർഗീയ വിഷയങ്ങളായ യഥാർത്ഥ ദേശവിരുദ്ധർക്കെതിരെ നടപടിയെടുത്ത് ജയിലിലടയ്ക്കാനുള്ള ആർജവമുണ്ടോ നാഴികയ്ക്ക് 40 തവണ ദേശീയത പ്രസംഗിക്കുന്ന ബിജെപിക്ക്? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. അതിഥികളായി ചേരുന്നത് നിതീഷ് നാരായണൻ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ഇടതു നിരീക്ഷകൻ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ കൃഷ്ണദാസിലേക്ക്. കൃഷ്ണദാസ്, നമ്മുടെ മക്കളുടെ സിന്ദൂരം ഇല്ലാതാക്കിയവർക്ക് അവരുടെ സഹോദരി അയച്ച് നമ്മൾ മറുപടി നൽകി. വിജയ് ഷാ എന്ന BJP മന്ത്രി ആവർത്തിക്കുന്ന നമ്മൾ ആരാണ്, അവർ ആരാണ്? നമ്മൾ മുഴുവൻ ഭാരതീയരും, നമ്മളാണല്ലോ മുഴുവൻ ഭാരതീയരും. അവർ തീവ്രവാദികളാണ്. അതിനെന്താ തെറ്റുള്ളത്? തീവ്രവാദികൾ ഈ രാജ്യത്തേക്ക് കയറി രാജ്യത്തെ സഹോദരങ്ങളെ അവരുടെ തോക്കിൻകുഴൽ വെടിയുതിർത്ത് കാലപുരിക്കയച്ച ചരിത്രം നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഇല്ല, ശരിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ക്ലാരിറ്റി വേണ്ട വിഷയമായിട്ട് ഞാൻ ഇടപെടുന്നു ശ്രീ കൃഷ്ണദാസ്. നമുക്ക് സംസാരിച്ച് ക്ലിയർ ആക്കി പോകാം. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ ഭാരതീയർ, അവർ ഭീകരവാദികൾ. അപ്പോൾ ആ ഭീകരവാദികൾക്കെതിരെ പോരാടിയ സോഫിയ ഖുറൈഷി എങ്ങനെയാണ് അവരുടെ സഹോദരിയാകുന്നത്? നോക്കൂ അസിത, നമ്മൾ ഇങ്ങനെ ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എന്നെ അങ്ങേക്ക് തിരുത്താം, ലോകത്തിലെ തന്നെ രാജ്യങ്ങൾ തമ്മിലോ മറ്റു രാജ്യങ്ങൾ തമ്മിലോ ഒക്കെ നടക്കുന്ന യുദ്ധ സംവിധാനങ്ങളോ യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ലോക ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായി ജനാധിപത്യ സംവിധാനത്തിൽ 2 വനിതകൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സേനയുടെ കരുത്തായിട്ടുള്ള കേണൽ വ്യോമിക സിംഗും ഖുറൈഷിയും, അവർ ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സൈന്യത്തിന്റെ നീക്കങ്ങളെ കുറിച്ച്, സോഫിയ ഖുറൈഷി നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ധീരസാഹസികമായിട്ടുള്ള സൈനിക നടപടികൾ നമ്മളൊന്നും മറന്നിട്ടില്ല. ഒപ്പം വ്യോമിക സിംഗും, അവർ ഈ രാജ്യത്തിന്റെ സേനക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, അവർ കൊടുത്തിട്ടുള്ള നേതൃത്വം, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യം അവരെയാണ് ഈ രാജ്യത്തിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട്, പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വാർ പ്രഖ്യാപിച്ചിട്ടില്ല,
പക്ഷെ നമ്മൾ തീവ്രവാദികൾക്കെതിരെ നടത്തിയത് ഒരു വാർ തന്നെയാണ്. ആ തീവ്രവാദികൾക്കെതിരെ നമ്മൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്, നമ്മുടെ സൈന്യം നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്, നമ്മുടെ രാജ്യം ഒരുമിച്ച് നിന്ന് നടത്തിയിട്ടുള്ള പോരാട്ടത്തെ കുറിച്ച് ലോകത്തോട് പറയാൻ നമ്മൾ നിയോഗിച്ചത് ഈ 2 ധീര വനിതകളെയാണ്. അതെ, അപ്പോൾ അതിൽ ഒരു വനിത മാത്രം എങ്ങനെയാണ് ഭീകരവാദികളുടെ സഹോദരിയാകുന്നത്? ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, തിരക്ക് പിടിക്കണ്ട. അങ്ങനെ ധീരരായിട്ടുള്ള 2 പ്രധാനപ്പെട്ട സൈനിക ഓഫീസർമാര് നമ്മുടെ രാജ്യം അതിനെ നിയോഗിക്കുകയാണ്. ഒരുപക്ഷെ അങ്ങേക്ക് പറയാമായിരിക്കും, ലോക ചരിത്രത്തിൽ തന്നെ യുദ്ധത്തിന്റെ നിലവിലെ സ്ഥിതികൾ വിവരിക്കാൻ ഒരു രാജ്യം വനിതാ ഓഫീസർമാരെ നിയോഗിക്കുന്ന ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹവും അതിന്റെ അതാത് ദിവസം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മാത്രമല്ല ലോകത്തെ അറിയിക്കുകയാണ്. സ്വാഭാവികമായി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, അതാരാണെങ്കിലും ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ അത് ആരുടെ ഭാഗത്തു നിന്നായാലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ കേൾപ്പിച്ചതാണെങ്കിലും അതിന്റെ ശരിതെറ്റുകളാണെങ്കിലും അതിന്റെ ഉദ്ദേശശുദ്ധിയാണെങ്കിലും ഏതാണെങ്കിലും അതൊരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉദ്ദേശശുദ്ധിയുടെ കുറവ് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പോലും അതിൽ ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനത്തിനോ തെറ്റായിട്ടുള്ള സാഹചര്യം ഉരുത്തിരിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ശരി, അതായത് ഇപ്പോൾ താങ്കൾ പറയുന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത് സോഫിയ ഖുറൈഷി എന്ന ഇന്ത്യയുടെ തന്നെ മുഖമായ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ BJP മന്ത്രി നടത്തിയ വർഗീയ പരാമർശത്തെ ആ മന്ത്രിയെയും അങ്ങ് തള്ളി പറയുന്നു അല്ലേ? പാർട്ടി അദ്ദേഹത്തിന്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പാർട്ടി അദ്ദേഹത്തിന് താക്കീത് നൽകിയിട്ടുണ്ട്, അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് തെറ്റായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മറ്റു നടപടികൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ശരി, നോക്കൂ, താങ്കൾ പറഞ്ഞതുപോലെ മാപ്പ് പറയാൻ 10 തവണ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ വിജയ് ഷായെ മാധ്യമങ്ങളിൽ കണ്ടു. പക്ഷെ അതിനപ്പുറം താങ്കൾ പറയുന്ന തരത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഏറ്റ മുറിവാണ് വിജയ് ഷായുടെ പരാമർശം. അങ്ങ് തന്നെ വിശദീകരിച്ചതുപോലെ സോഫിയ ഖുറൈഷി എങ്ങനെയാണ് ഈ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരാൾക്കെതിരെ ഒരു BJPയുടെ തന്നെ മന്ത്രി ഒരു പരാമർശം നടത്തുമ്പോൾ ആ പരാമർശത്തെ തള്ളി ഇതല്ല രാജ്യത്തിന്റെ സ്വരം എന്ന ഉച്ചത്തിൽ പ്രതികരിക്കേണ്ടത് ആരാണ്? രാജ്യത്തിന്റെ സ്വരം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, BJPയുടെ പ്രസിഡന്റാണ്. BJPയെ സംബന്ധിച്ച് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് BJPയുടെ സ്വരം, അല്ലെങ്കിൽ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വമാണ് പാർട്ടിയുടെ സ്വരം. 2 ഭരണത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രതിരോധ മന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണെങ്കിലും അവരാണ് ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ. ശരി, അങ്ങ് വളരെ സൂക്ഷിച്ച് പറയുന്ന വാക്കുകളെ പോലും ഞാൻ സസൂക്ഷ്മം കേൾക്കുകയാണ് കൃഷ്ണദാസ്. എത്ര സൂക്ഷ്മതയോടാണ് അങ്ങ് വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ നോക്കൂ, വിശദീകരിച്ച് പറഞ്ഞാൽ വർഗീയതയുടെ തീവ്രത ഇല്ലാതാകുമോ? ഇല്ലല്ലോ. അപ്പോൾ വിജയ് ഷാ പറഞ്ഞത് എല്ലാവരുടെയും മുന്നിലുണ്ട്. വിജയ് ഷാ അല്ല പാർട്ടിയുടെ BJPയുടെ ഔദ്യോഗിക സ്പോർട്സ് പേഴ്സൺ എന്ന് താങ്കൾ പറയുന്നുണ്ട്. പക്ഷെ വിജയ് ഷാ ഇത് പറഞ്ഞു കഴിഞ്ഞു. വിജയ് ഷായുടേതല്ല BJPയുടെ അഭിപ്രായം, രാജ്യത്തിന്റെ അഭിപ്രായം എന്ന് തിരുത്താൻ ഒരു BJP നേതാവിനെയും കണ്ടില്ലല്ലോ. ഈ പറഞ്ഞ പ്രധാനമന്ത്രിയെ, പ്രതിരോധ മന്ത്രിയെ, മറ്റാരെയും. അസിത, നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയെ, ഏത് പാർട്ടിയിലാണെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒന്ന് അയാൾ തന്നെ തിരിച്ചറിയുക, മറ്റൊന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് നടപടി ഉണ്ടാവുക എന്നുള്ളത്. ഇത് രണ്ടും കഴിഞ്ഞിരിക്കുന്നു. അയാൾ തിരുത്തിയിരിക്കുന്നു. രണ്ടാമത്തത് അദ്ദേഹം തിരുത്തിയതോടൊപ്പം തന്നെ പാർട്ടിയും നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നു. ഈ പെഹൽഗാം ഓപ്പറേഷൻ നടക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ പോലും വിലക്കും ഒക്കെ കൊണ്ടുവന്നൊരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ ശ്രീ P. കൃഷ്ണദാസ. അപ്പോൾ എന്താണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അതായത് ഈ പഹൽഗാം ഓപ്പറേഷൻ നടക്കുന്ന ഘട്ടത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ചില ആളുകൾക്കെതിരെ പോലും ഈ നിലയിൽ കേസെടുത്തിട്ടുണ്ട്, രാജ്യവിരുദ്ധ സമീപനം സ്വീകരിച്ചു എന്ന പേരിൽ. അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ എതിരെ, ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ എന്തിനാണ് നടപടി സ്വീകരിച്ചത്? അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് സ്വയം മനസ്സിലാക്കി അങ്ങ് തിരുത്തിയാൽ മതിയായിരുന്നല്ലോ. 2 തരത്തിലാണ് കാര്യങ്ങൾ. ഒന്ന്, തിരുത്തുന്നത് സാമൂഹികപരമായിട്ടുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ്. കേസെടുക്കുന്നത് നിയമപരമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ്. കേസെടുക്കേണ്ട ഘട്ടമാണെങ്കിൽ ആർക്കെതിരാണെങ്കിലും കേസെടുക്കുമല്ലോ. അതിന് BJP കാരനെന്നോ CPM കാരനെന്നോ കോൺഗ്രസ് കാരനെന്നോ ഇല്ല. അങ്ങനെയാണെങ്കിൽ വിജയ് ഷാ പരാമർശം നടത്തി ഏകദേശം മണിക്കൂറുകൾ, ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടായിരുന്നു വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കണമെന്ന്. അതിനപ്പുറം വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു നടപടിയും അമിത്ഷായുടെ പോലീസിൽ നിന്നും കാണാത്തത് എന്തുകൊണ്ടാണ്? ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് ഈ പഹൽഗാം വിഷയം ഉണ്ടായതിന് പിറ്റേ ദിവസം തന്നെ
പഹൽഗാം വിഷയമുണ്ടായതിന്റെ കാരണം ശ്രീ എം.എ. ബേബി CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്തതിന്റെ പരിണിത ഫലമാണ് രാജ്യത്ത് ഈ തരത്തിലുള്ള സംവിധാനം ഉണ്ടായത്. നമ്മൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അദ്ദേഹം സൂചിപ്പിക്കുന്നു. നാളെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയുമോ? അങ്ങനെയല്ലല്ലോ. നമ്മുടെ രാജ്യം റദ്ദാക്കിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറയുന്ന അതേ തൂക്കത്തിലും അളവിലുമാണോ ഒരു സൈനിക ഓപ്പറേഷന് നേതൃത്വം നൽകിയ ഒരു സ്ത്രീയെ നോക്കി അല്ലെങ്കിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥയെ നോക്കി ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുന്നത്? രണ്ടും ഒരേ ത്രാസിലാണോ BJP തൂക്കുന്നത്? അസിത, ഞാൻ അതിനെ രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ ഒരു പൊതു വിഷയം എന്നുള്ള നിലക്ക് തീവ്രവാദികൾ നടത്തുന്ന ഒരു അക്രമത്തെ ഏതെങ്കിലും തരത്തിൽ ലഘൂകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും തെറ്റായ ഒരു നടപടിയാണ്. എന്റെ കാഴ്ചപ്പാടിൽ അതാണ്. ഇനി അത് വ്യക്തിപരമായ ഒരാളൊരു കാര്യം പറഞ്ഞാൽ ആ വ്യക്തിപരമായി പറയുന്നത് തെറ്റാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ മാത്രമല്ല, BJP പാർട്ടി അതാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ പാർട്ടി പ്രസ്താവനയും കണ്ടില്ലല്ലോ ശ്രീ കൃഷ്ണദാസ്. ഇപ്പോൾ ഒരുപക്ഷെ BJP-യിൽ നിന്നും അങ്ങനെ ഒരു ശക്തമായ പ്രസ്താവന ഏതെങ്കിലും ഒരു നേതാവ് P. കൃഷ്ണദാസ് എന്ന ഉത്തരവാദിത്തപ്പെട്ട BJP പ്രവർത്തകനപ്പുറം ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ചർച്ചയ്ക്ക് തന്നെ ഇന്ന് അർത്ഥമില്ലാതായി പോയേനെ. അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ ശ്രീ P. കൃഷ്ണദാസ്. അത് രണ്ടു തരമുണ്ട്. ഒന്ന്, അങ്ങടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്കാം അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. രണ്ട്, പാർട്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. രണ്ടാമത്തത്, അദ്ദേഹത്തിനെതിരെ നടപടികളുമായി പാർട്ടിയും അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കും, അദ്ദേഹത്തിന്റെ നടപടികളായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. അത് രണ്ടാമത്തെ കാര്യം. ഞാൻ സൂചിപ്പിച്ചത് BJP സർക്കാരാണെങ്കിലും പാർട്ടി ദേശീയ തലത്തിലാണെങ്കിലും അത് പറയുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. മറ്റൊന്ന്, സർക്കാരിനെ സംബന്ധിക്കുന്ന അവസാന വാക്കുകൾ പറയേണ്ടത് പ്രതിരോധ രംഗത്താണെങ്കിൽ പ്രതിരോധ മന്ത്രിയും, ആഭ്യന്തര വിഷയമാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയും, മറ്റൊന്ന് പ്രധാനമന്ത്രിയുമാണ്. പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പറയുക മാത്രമല്ല, പ്രധാനമന്ത്രി സൈനികരോടൊപ്പം അദ്ദേഹത്തിന്റെ സമയം ചെലവഴിക്കുക, അദ്ദേഹം ആ സൈനികരെ ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള സൈനികരെ പൂർണ്ണമായും അദ്ദേഹം അവരുടെ സ്ഥലത്ത് പോയി അവരെ ആദരിച്ച് അവരോടൊപ്പം നിന്ന് അവർ എടുത്തിട്ടുള്ള എഫർട്ടിനെ പ്രകീർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തീർച്ചയായും. പക്ഷെ പ്രധാനമന്ത്രിയുടെ ആ ശ്രമങ്ങളൊക്കെ ഇല്ലാതായല്ലോ ഈ ഒറ്റ പരാമർശത്തിലൂടെ കൃഷ്ണദാസ്. അതോ ഈ സൈനികർ പോലും ഹിന്ദുക്കളായാൽ അല്ലെങ്കിൽ മുസ്ലിം ഇതരരായാൽ മാത്രമേ BJP-യുടെയും പ്രധാനമന്ത്രിയുടെയും അംഗീകാരം കിട്ടൂ എന്നുള്ള മെസ്സേജ് ആണോ വിജയ് ഷാ എന്ന മന്ത്രി നൽകുന്നത് എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ്. ഞാൻ മടങ്ങി വരാം. നിതീഷ് നാരായണൻ, മതം ചോദിച്ചാണ് ഭീകരവാദികൾ ഇന്ത്യൻ മണ്ണിൽ കടന്നുവന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. അപ്പോൾ അവിടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഏതെങ്കിലും തരത്തിൽ മുറിവേൽക്കുമോ എന്നൊരു പേടി മതനിരപേക്ഷ ചേരിക്ക് സ്വാഭാവികമായും ഉണ്ടായിരുന്നു. കാരണം മറുപക്ഷത്ത് നിൽക്കുന്നത് BJP ആണ്. അങ്ങനെ ഒരു മുതലെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള ഘട്ടത്തിലാണ് സോഫിയ ഖുറൈഷി എന്നൊരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന സർക്കാരിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ നിലപാട് പറയുന്നത്. അപ്പോൾ വ്യോമിക സിംഗിനേക്കാൾ അപ്പുറം സോഫിയ ഖുറേഷിയെ സമൂഹത്തിന് മതനിരപേക്ഷ ചേരിക്ക് ആഘോഷിക്കേണ്ടി വന്നതും വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ പുതിയ ഇന്ത്യയുടെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ്. ആ ബോധ്യവും എനിക്കുണ്ട്. പക്ഷേ നോക്കൂ, അങ്ങനെ ഒരു സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ ഒരു BJP നേതാവിന്റെ ഭാഗത്തു നിന്ന് ഈ നിലയിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. വ്യക്തിപരമായ അഭിപ്രായം വ്യക്തിപരമായി തിരുത്തി പോകേണ്ടത്, BJP-യുടെ നിലപാട് പറയേണ്ടത് മറ്റുള്ള നേതാക്കളാണ് എന്നുള്ള വിശദീകരണത്തിൽ ഒതുങ്ങുന്നതാണോ ഇതിന്റെ ഗൗരവം? ഭീകരവാദികൾ 26 പേരെ നേപ്പാളിൽ നിന്നുള്ള ഒരു ടൂറിസ്റ്റും 25 ഇന്ത്യക്കാരും ഉൾപ്പെടെ 26 ആളുകളെ ഏറ്റവും നീചമായിട്ട് കൊലപ്പെടുത്തിയപ്പോൾ രാജ്യം മുഴുവൻ, രാജ്യത്തെ മതേതര ശക്തികളാകെ പറഞ്ഞൊരു കാര്യം, ഒന്ന്, ഈ ഭീകരവാദികളുടെ ലക്ഷ്യങ്ങളിലൊന്ന് 26 ആളുകളെ കൊല്ലുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് രാജ്യത്തെ മതപരമായിട്ട് വിഭജിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇവിടെ വർഗീയത ആളിപ്പടർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുക എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രാജ്യത്തെ ആളുകളുടെ ഐക്യത്തെ തകർക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് എന്ത് മറുപടി കൊടുത്തത്? ഭീകരവാദത്തിന് മതമില്ല എന്നുള്ള മറുപടി കൊടുത്തിട്ടുള്ളത്. ആ മറുപടി കാശ്മീരിലെ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ആ മറുപടി കൊടുത്തത്. ആ മറുപടി കൊടുത്തത് മലയാളിയായിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ള രാമചന്ദ്രന്റെ മകൾ ആരതി കൂടിയാണ്. ആ മറുപടി കൊടുത്തത് കാശ്മീരിൽ കൊല്ലപ്പെട്ട
സൈനിക ഉദ്യോഗസ്ഥൻ്റെ പിന്നെ ഭാര്യ ആയിട്ടുള്ള ഹിമാൻഷി സർവാൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊടുത്തത്. കാരണം ഇതിനെതിരായിട്ടുള്ള തിരിച്ചടി ഏതെങ്കിലും മതവിഭാഗത്തിനെതിരാവരുത്, ഏതെങ്കിലും കാശ്മീരിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രചരണമാകരുത് എന്ന് പറഞ്ഞത് ഈ നികൃഷ്ടമായിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെ ഇരകളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ഈ വേദന സഹിക്കുമ്പോഴും ഈ നഷ്ടം സഹിക്കുമ്പോഴും ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിൻ്റെ അഭിമാനമാകുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു കണക്കുണ്ട്, ഈ ഇന്നും ഇന്നലെയായിട്ട് വന്നിട്ടുള്ളൊരു കണക്ക്. അത് നമ്മുടെ അസോസിയേഷൻ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന സംഘടന കൊണ്ടുവന്നുള്ള കണക്ക്. എന്താ കണക്ക് പറയുന്നതെന്നറിയോ? പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യയിൽ 184 ഹെയ്റ്റ് ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ്, കാശ്മീരികൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ് നടന്നതെന്ന് അറിയാം? അത് ഉത്തർപ്രദേശിലാണ് നടന്നത്. ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെറുപ്പും വിദ്വേഷവും ആളിപ്പടരുന്നത്, ആളിക്കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്? അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഇപ്പോൾ കേണൽ സോഫിയ ഖുറേഷിക്കെതിരായിട്ട് നടക്കുന്ന ഈ വിദ്വേഷ പ്രചരണത്തെ നമ്മൾ കാണേണ്ടത്. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് BJPയുടെ ഒരു മന്ത്രി, മധ്യപ്രദേശിലെ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ജയിലിൻ്റെ അകത്തായിരിക്കണമായിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ പുറത്താക്കാൻ എന്ത് ആലോചനയാണ് നടത്തേണ്ടത്? 2 തവണ ആലോചിക്കാൻ സമയമെടുക്കാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ട് രാജ്യം സോണിയ ഖുറേഷിയുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കാണിച്ചിട്ടില്ല എന്നുള്ളത് വേദനയോടുകൂടിയിട്ടാണ് ഈ രാജ്യം കണ്ടിട്ടുള്ളത്. വിക്രം മിശ്രി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ BJP തന്നെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള അക്രമം, അദ്ദേഹത്തിനെതിരായി നടത്തുന്ന പ്രചരണങ്ങൾ നമ്മൾ കണ്ടു. സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഈ രാജ്യത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് പൂട്ടി വെക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സമയങ്ങളിലൊന്നും ഈ രാജ്യം മതനിരപേക്ഷതയുടെ കൂടെയാണ്. ഈ തെറ്റ് ചെയ്യുന്ന രാജ്യത്ത് മതവിദ്വേഷം പടർത്താൻ ഭീകരവാദികളുടെ കൂടെ നിന്ന, ഭീകരവാദികളുടെ ലക്ഷ്യം നേടിക്കൊടുക്കാൻ കൂടെ നിന്ന വിദ്വേഷത്തിൻ്റെ പ്രചാരകരെ ഞങ്ങൾ തള്ളിക്കളയുന്നു, അവർ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ചിട്ടില്ല. ഈ പറയുന്ന ഈ സംഘർഷ മേഖലയിലേക്ക് ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ഒരു ഉദ്യോഗസ്ഥ, അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്താ? അവരുടെ ഭർത്താവ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ്. ആ ഭർത്താവിൻ്റെ അച്ഛൻ ഇന്ത്യൻ സൈന്യത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു BJP MPയുടെ ഈ രാജ്യത്ത് മതവിദ്വേഷം പടർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഏതെങ്കിലും സംഘപരിവാരക്കാരൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. സോഫിയ ഖുറേഷിയുടെയും അവരുടെ കുടുംബവും ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സേവനത്തെ, അവരുടെ ത്യാഗസന്നദ്ധതയെ അളക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അങ്ങനെ ഒരാൾ ആക്രമിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മതനിരപേക്ഷത ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ കക്ഷി ഇന്നും മന്ത്രിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു കേസ് എടുക്കണം എന്ന് കോടതിക്ക് പറയേണ്ടതായിട്ട് വരികയാണ്. എന്ന് വെച്ചാൽ എന്താണോ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചത്, അവർ ലക്ഷ്യം വെച്ചത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയുടെ അഖണ്ഡത, മതനിരപേക്ഷത, ഐക്യത്തെ തകർക്കുക എന്നുള്ളതാണ്. ആ തകർക്കാനുള്ള അവരുടെ ലക്ഷ്യത്തിലേക്ക് പായ വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളിടത്താണ് ഈ രാജ്യത്ത് ഭീകരവാദികൾ എന്താണോ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം വെച്ചത് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള സംശയം രാജ്യത്ത് ന്യായമായിട്ടും ഉയരുന്നത്. അതിനല്ലേ മറുപടി പറയേണ്ടത്? ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ സോഫിയ ഖുറേഷി പറഞ്ഞ ഒരു വാചകം അതൊന്ന് കേൾക്കാം നമുക്ക്. मैं मुसलमान हूँ मगर पाकिस्तानी नहीं, मैं मुसलमान हूँ मगर आतंकवादी नहीं। आतंकवादियों का कोई धर्म नहीं होता, हर आतंकवादी को अपने हाथों से मारने का जिगरा रखती हूँ मैं, वो भी बिना धर्म पूछे। അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ആ ഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായ ഒരു പരാമർശമായിരുന്നു. ഞാൻ മുസൽമാനാണ് പക്ഷെ ഞാൻ പാകിസ്ഥാനിയല്ല, ഞാൻ മുസൽമാനാണ് പക്ഷെ ഞാൻ ഭീകരവാദിയല്ല. അപ്പോൾ മുസൽമാൻ ആയതുകൊണ്ട് അവരെല്ലാവരും ഭീകരവാദികളാകുന്നു എന്നുള്ളൊരു പൊതുബോധത്തിലേക്ക് ഈ ഘട്ടത്തിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കഴിഞ്ഞ് അത് വിജയമായി എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആദ്യം എന്താണോ BJP ഈ വിഷയത്തിൽ ഒരു വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ചത് അത് അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാം ശാന്തമായ ഘട്ടത്തിൽ വീണ്ടും അതേ പോയിന്റിലേക്ക് തിരികെ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണോ BJP നേതാവ് നടത്തുന്നത്?
നോക്കൂ, ഇവിടെ ഖുറേഷി എന്ന് പറയുന്ന ആ ലേഡി ഒരു ആർമിയിലെ കേണലിൽ പദവിയിലിരിക്കുന്ന ഒരാളാണ്. അവരെന്തിനങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയേണ്ട വരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇപ്പം നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി എന്താണ്? ഐ ആം നോട്ട് കൺസിഡറിങ് വെദർ ഷീ ഈസ് എ മുസ്ലിം, ഹിന്ദു ഓർ എ ക്രിസ്ത്യൻ. ഷീ ഈസ് എൻ ആർമി ഓഫീസർ, നത്തിങ് മോർ നത്തിങ് ലെസ്. അവർ ഒരു ആർമി ഓഫീസർ ആയതുകൊണ്ടാണ്, അത് മാത്രമല്ല അവർ സ്ത്രീ ആയതും കൊണ്ടുകൂടിയാണ് അവർ ഈ പറയുന്ന മീഡിയ ബ്രീഫിങ്ങിൽ നിന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് അവരുടെ മുസ്ലിം ഐഡൻറ്റിറ്റിയും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കും കടക്കേണ്ട ഒരു കാര്യം പോലും ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് റോങ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ദാറ്റ് ഇസ് റോങ്. അല്ല, പക്ഷേ ഞാൻ അതിന്റെ സാഹചര്യമാണ് ഞാൻ നിതീഷിനോട് ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ശ്രീ ലാൽകുമാർ. അത് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അത് ഇന്നത്തെ ഈ വർത്തമാന കാലത്തിന്റെ ഏറ്റവും ദയനീയ മുഖമാണത്. പക്ഷെ അവർ അത് പറയുന്ന പശ്ചാത്തലം പോലും ഈ വിധത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ള ഭയത്താലാണ്. എല്ലാ മുസ്ലിങ്ങളും ഈ നിലയിൽ തീവ്രവാദികളല്ല എന്ന് അവർക്ക് പറയേണ്ടി വരികയാണ്. ആ സാഹചര്യം കൂടിയുണ്ട്. അത് വർത്തമാനകാല ഇന്ത്യയാണ്, BJP ഭരിക്കുന്ന ഇന്ത്യ. അല്ല, എനിക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ദെൻ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ദ പ്രൈം മിനിസ്റ്റർ ക്യാൻ മേക്ക് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രൈം മിനിസ്റ്റർക്കോ അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫൻസ് മിനിസ്റ്റർക്കോ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി. വൈ ഖുറേഷി ഒരു ലേഡി, അവർ ഒരു ആർമി ഓഫീസർ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അത്. ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ ഡൈനാമിക്സ് രാജ്യം ഡീൽ ചെയ്യുന്നത് ഒരിക്കലും ഒരു ആർമി ഓഫീസറുടെ കൂട്ടത്തിലല്ല. നോക്കൂ, അത് ഒരിക്കലും ശരിയായ നടപടിയല്ല എന്ന് പറയുന്ന കാര്യം. ആർമിയുടെ ജോലി എന്താണ്? നമ്മുടെ നാട്ടിലെ സേഫ്റ്റി സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, നമ്മുടെ സോവറിനിറ്റിയെ ഡിഫെൻഡ് ചെയ്യേണ്ട വന്നാൽ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരിക. അതല്ലാതെ ഈ പറയുന്ന ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ നായരാണോ ഈഴവരാണോ എന്നുള്ള പോയിന്റ്, ദാറ്റ് ഈസ് എ പോയിന്റ് വിച്ച് ഈസ് ടോട്ടലി റിലേറ്റഡ് ടു ദ സോഷ്യൽ ഡൈനാമിക്സ് ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഓഫ് ദ നേഷൻ. അവർക്ക് അതിനകത്ത് റോളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഒരു അപകടം വിളിക്കുന്നത്. പ്രൈം മിനിസ്റ്റർക്ക് പറയാം, മറ്റൊരാൾക്ക് പറയാം, രാഹുൽ ഗാന്ധിക്ക് പറയാം, ലാൽകുമാറിന് പറയാം. ഇത് അവർ പറയേണ്ടത്. DGP വന്നിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ നല്ല ആൾക്കാരാന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? അതോ ദാറ്റ്സ് ദ സെയിം സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ചീഫ് മിനിസ്റ്റർ ആണോ? അവിടെയാണ് അത് പൊളിറ്റിക്കൽ ഹെഡ് പറയേണ്ട കാര്യമാണ്. നമ്മൾ തെറ്റിപ്പോകരുത്. അവർ പറഞ്ഞതിനകത്ത്, അവരെ കൊണ്ട് പറയിച്ചതിനകത്ത് തെറ്റുണ്ട്. ഷീ ഈസ് നോട്ട് ദ കൺസേൺ പേഴ്സൺ ടു സേ ദാറ്റ്. ലെറ്റ് us കീപ് ദാറ്റ് ഫോർ എ വൈൽ. ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വരാം. നോക്കൂ, ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം, നമ്മളിവിടെ ഒരാൾ ഒരു ആൻറ്റി മുസ്ലിം സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ പറയുന്നത്. ബേസിക്കലി ഖുറേഷി മുസ്ലിം ആയതുകൊണ്ടാണല്ലോ പറയുന്നത്, മറ്റേ ലേഡിക്കെതിരെ പറഞ്ഞിട്ടുമില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് അയാൾ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ അതിൻ്റെ കാണേണ്ടത്. ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്നതിന് കാരണം, ഇന്ത്യയിൽ അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും ഇവിടെ ഒന്നും തന്നെ നടക്കില്ല. കാര്യം ഒരു ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാൾക്ക് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും എന്ത് കാർപ്പറ്റ് ബോംബിങ് നടത്തിയാലും നോ വൺ ഈസ് ഗോയിങ് ടു ചേസ് ദാറ്റ് പേഴ്സൺ. അങ്ങനെ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇവർക്കൊക്കെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അങ്ങനൊരു കാര്യം പറയില്ല. അങ്ങനൊരു കാര്യം പറയില്ല. പറയാനുള്ള ഒരു അന്തരീക്ഷത്തേക്ക് രാജ്യത്തെ അവർ കൊണ്ടെത്തിച്ചു. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കൃഷ്ണേട്ടൻ വളരെ കാലിബ്രേറ്റ് ചെയ്താണ് കൃഷ്ണേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് അഡ്വക്കസിയാണ് പുറത്തു വന്നത്. അദ്ദേഹം പല കാര്യങ്ങളും ഒഴിഞ്ഞു, യോജിപ്പില്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഗുഡ്, ഐ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ ആ അക്സെപ്റ്റൻസ് പോരാ. കാര്യം കൃഷ്ണേട്ടൻ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ പോരാ എന്നുള്ളതാണ്. ഇങ്ങനെ പറയാനുള്ള അന്തരീക്ഷത്തിൽ എങ്ങനെ ഈ രാജ്യം വന്നു എന്നുള്ളതിനും ഒരു പ്രശ്നമുണ്ട്. നോക്കൂ, കറാച്ചി ബോംബ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ കറാച്ചി അടിച്ചു, ലാഹോർ അടിച്ചു. നമ്മൾ ഇവിടെ തല്ലി തകർക്കുന്നത് കറാച്ചി ബേക്കറിയാണ്. നോക്കൂ, കറാച്ചി എന്നൊരു പേര് അതിനിട്ടു, അല്ലെങ്കിൽ അവരുടെ ആൻസെസ്ട്രൽ കണക്ഷൻ വെച്ച് ഒരു കാര്യം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ദ റിവർ അല്ലെങ്കിൽ ദ വേർഡ് ഇന്ത്യ കംസ് ഫ്രം റിവർ ഇൻഡസ് വിച്ച് ഈസ് നോട്ട് ഫ്ലോയിങ് ഇൻ ഇന്ത്യ എന്ന് ശശി തരൂർ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഇവർ ഈ ഇൻഡസ് റിവർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒഴുകുന്നില്ല, അത് പാകിസ്ഥാനിൽ കൂടുതലാണ് ഭൂരിപക്ഷം ഒഴുകുന്നത്. പഞ്ചാബ്, സിന്ധു ഇന്ത്യയിലുണ്ടോ? ഇല്ല. അതുപോലെ നിങ്ങൾക്ക് നോക്കൂ, ഒരുപാട് കൾച്ചറൽ ട്രേസസ്, നമ്മളൊരു സംസ്കാരമായി ജീവിച്ച ആൾക്കാരാണ്. ഒരുപാട് കൾച്ചറൽ ട്രേസസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇവിടെ ആക്രമണം വെച്ചാൽ ഇതിനിടയിൽ കൂടെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നതാണോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതോ കറാച്ചി ബേക്കറി തല്ലി തകർക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പ്രകടിപ്പിച്ചത്.
നമ്മൾ ഒന്നിച്ച് നിൽക്കണം. രാജ്യത്ത് ഈ പറയുന്ന വ്യത്യസ്തമായ ഒരു ഇതില്ല, അവർ സോഷ്യൽ കോൺഷ്യസ്നെസ് ഈസ് വൺ ആൻഡ് ദ സെയിം എന്ന് പ്രൂവ് ചെയ്യത്തക്ക രീതിയിലൊരു സിറ്റുവേഷൻ നമുക്കുണ്ടായിരുന്നു. കാര്യം അത്രയും നല്ല രീതിയിലാണ് നമ്മുടെ നാഷണൽ കോൺഷ്യസ്നെസ് നിന്നത്. ആ നാഷണൽ കോൺഷ്യസ്നെസ് നിന്നപ്പോൾ പോലും കറാച്ചി ബേക്കറി തല്ലി തകർക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞു തന്നത് ഈ പറയുന്ന കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു സോഷ്യൽ ഡൈനാമിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം അതങ്ങനായി പോയിരിക്കുന്നു. അതിന് മാറ്റാൻ ഇത് ഒരു 15 വർഷം കൂടെ നമ്മൾ നേരെ കൗണ്ടർ ആക്ഷൻസ് നടത്തിയാൽ മാത്രമേ ഇത് 10 വർഷം ചെയ്തത് മാറത്തുള്ളൂ എന്ന്, 15 വർഷം കൊണ്ട് തന്നെ മാറുമെന്ന് എനിക്ക് സംശയമാണ്. അത്ര മോശമായിട്ടുള്ള ഇടപെടലാണ്. ഇതിനകത്തുനിന്ന് പറഞ്ഞൊഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാര്യം പറഞ്ഞൊഴിയുക എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നാളെ ഇത് തന്നെയാണ് കാണിക്കാൻ പോകുന്നേ. നോക്കൂ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ ഒരു മന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ആ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ BJP ഒരു വിശദീകരണം തേടി കഴിഞ്ഞു, മന്ത്രിസ്ഥാനത്ത് അയാൾ തുടരും. തെരഞ്ഞെടുപ്പ് എത്തുമ്പം ഇത് തന്നെ പറയും. കാര്യം തെരഞ്ഞെടുപ്പ് എത്തുമ്പം ഇതുപോലുള്ള ആൻറ്റി മുസ്ലിം സ്റ്റേറ്റ്മെൻറ്റുകൾ പലതും പറഞ്ഞ് തഴമ്പിച്ച ചെവികളായി നമ്മുടെ മാറിയിരിക്കുന്നു. ഈ രാജ്യം അത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പറഞ്ഞല്ലേ, മതനിരപേക്ഷതയെ നശിപ്പിക്കുമെന്ന് ചോദിച്ചാൽ മതനിരപേക്ഷതയെ നശിപ്പിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത്. നശിപ്പിക്കുമോ, അതൊരു അല്ലെങ്കിൽ ഫെർദർ കോൺസിക്വൻസ് ആണ്. ദർ ഇസ് ഓൾറെഡി എ കോൺസിക്വൻസ്. അതാ പറഞ്ഞേ, നമുക്ക് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മളുടെ കൗണ്ടർ ആക്ഷൻ അല്ലെങ്കിൽ റിറ്റാലിയേഷൻ്റെ സമയത്ത് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പോയി കാര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആസ് അഗൈൻസ്റ്റ് പാകിസ്ഥാൻ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. വിതിൻ ഇന്ത്യ വേണ്ട. നമ്മൾ കാണുന്നത് അതല്ലേ. നോക്കൂ, കമ്മ്യൂണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആൻറ്റി മുസ്ലിം സ്റ്റേറ്റ്മെൻറ്റ്സ് രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വേണ്ടപ്പം വെളിയിലോട്ട് ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ള ഇമേജും കൊടുക്കണം. അവിടുത്തെ പരിപാടി നമ്മുടെ മിലിറ്ററി അവർക്ക് നല്ല ആഘാതം കൊടുത്ത് സീസ് ഫയറിലേക്ക് എത്തിയ ശേഷം പിന്നെ നമ്മൾ സാധാരണ പണി തുടങ്ങി. കാര്യം എന്നാ, അകത്തുള്ള ആൾക്കാരെ ഇനി തമ്മിൽ തല്ലിപ്പിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇതാണ് അതിനകത്തെ ഒരു ഡൈക്കോട്ടമി നമ്മൾ കാണേണ്ടത്. ഇവർക്കുള്ളത് രണ്ടും ഒരേ സമയത്ത് തന്നെ നടക്കണം. അതൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാനറിയാം. കാര്യം ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും രാജ്യവിരുദ്ധനാക്കാൻ പെട്ടെന്ന് പറ്റും. യുദ്ധസമയത്ത് പോലും യുദ്ധസമയത്ത് നമ്മൾ അങ്ങനെ പറയാറില്ല. ഒരു സാധാരണഗതിയിൽ ഒരു ലോജിക്കൽ വിമർശനം ഒരാൾ ഉന്നയിച്ചാൽ, ഫോർ എക്സാമ്പിൾ പെഹൽഗാമിൽ സംഭവിച്ചതിനകത്ത് ഇൻ്റലിജൻസ് ഫെയിലിയറിലെ സെക്യൂരിറ്റി ഫെയിലിയറിലെ എന്നൊരാൾ ചോദിച്ചാൽ, സെക്യൂരിറ്റി ഫെയിലിയർ ഉള്ളതുകൊണ്ടാണോ അവർ നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചാലല്ല. കാര്യം അവർക്ക് ഇല്ലേലും അവർ വരും. അവരത് ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചാലല്ല. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് സെക്യൂരിറ്റി ഫെയിലിയറോ ഇൻ്റലിജൻസ് ഫെയിലിയറോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇവൻ രാജ്യവിരുദ്ധനാണ്, ഈ രാഷ്ട്രത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. അത് ഹിന്ദുവോ നിങ്ങൾ മുസൽമാനോ ക്രിസ്ത്യാനിയോ ആരാണെങ്കിലും അത് പറയും. അതപ്പം തന്നെ പറയും. അപ്പം ഇതാണ് ഈ പറയുന്ന അപ്പം രാജ്യം ഒന്നായി മാറും. അതേ സ്ഥാനത്ത് യുദ്ധം കഴിഞ്ഞ ശേഷം ഇവർക്ക് രാജ്യം ഒന്നായിട്ട് നിൽക്കണ്ട. കാരണം എന്നാ? കാര്യം രാജ്യം ഒന്നായിട്ട് നിന്നാൽ ഇവരുടെ പൊളിറ്റിക്സ് ഒരിക്കലും വർക്കാകത്തില്ല. അതാണ് മെജോറിറ്റി പോളറൈസേഷൻ്റെ പ്രത്യേകത. മെജോറിറ്റി പോളറൈസേഷൻ്റെ ഒരു പ്രത്യേകത അവർക്ക് മൈനോറിറ്റി പോളറൈസ് ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. മൈനോറിറ്റിയെ മാർജിനലൈസ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ദേ ഹാവ് ഡൺ ഇറ്റ്, ദേ വിൽ ഡു ഇറ്റ്. അതാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് വളരെ കോഷ്യസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപകടകരമായ രാഷ്ട്രീയത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കൃഷ്ണേട്ടൻ്റെ പൊസിഷനോട്, കൃഷ്ണേട്ടൻ ഇന്ന് പറഞ്ഞതിനോട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ വേറെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ വേറെ ഏതെങ്കിലും ഒരു BJP-കാരൻ ഇതേ നിലപാടെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കാര്യം താങ്കൾ ഒരു ജനാധിപത്യവാദിയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു അഡ്വക്കസിയും ക്ലിയർ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തതായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ. മൊത്തം BJP-യുടെ നിലപാടായി അത് മാറുന്ന ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കുന്നില്ല. ലാൽകുമാർ എടുക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. വിജയ് ഷായെ തള്ളിപ്പറയാനുമാകില്ല, എന്നാൽ ഈ മതനിരപേക്ഷതയ്ക്കെതിരെ നിലകൊള്ളാനുമാകില്ല എന്നൊരു വലിയ ഒരു ക്രൈസിസ് ശ്രീ കൃഷ്ണദാസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ പോരാടാൻ നമ്മൾ ഒരുമിച്ച് നിന്നു എന്ന് ലാൽകുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ പോരാട്ടത്തിൽ നോക്കൂ, നമ്മളാരും ആ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്നവരല്ല. അതിനെ നയിച്ചത് സൈന്യമാണ്. അപ്പോൾ ആ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്കെതിരെയാണ് BJP-യുടെ ഒരു നേതാവ് ഈ വിധം ഒരു പരാമർശം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കും ആരെയും എന്തും പറഞ്ഞു പോകാമെന്നൊരു മെസ്സേജ് കൂടി ഉണ്ട് വിജയ് ഷായുടെ പരാമർശത്തിൽ എന്നുള്ളതാണ് അതിന്റെ അപകടം. അപ്പോൾ അങ്ങനെയല്ല ഈ രാജ്യം എന്നത് ഒരു ശക്തമായ മെസ്സേജിലൂടെ കൊടുക്കേണ്ടത് വിജയ് ഷായെ ആ സ്ഥാനത്ത് നിന്ന് ആ നിമിഷം തന്നെ മാറ്റിയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇതാ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നു, BJP-യുടെ നേതൃ പദവി അലങ്കരിക്കുന്നു. രാജ്യത്തിന് പുറത്ത്
ഈ വിജയ് ഷായെ പോലുള്ളവർ നൽകുന്ന മെസ്സേജ് ഭീകരവാദത്തിന് ഗുണം ചെയ്യുന്നതാണോ, ഭീകരവാദത്തെ തകർക്കുന്നതാണോ കൃഷ്ണദാസ്? നമ്മൾ കുറച്ചുകൂടി നമ്മുടെ രാഷ്ട്രീയ ഭൂമികയിൽ കുറച്ചുകൂടി ഈ വിഷയത്തെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥനയുള്ളത്. ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാരിൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശ്രീ എം എ ബേബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ മാത്രം കുറിച്ച് പറഞ്ഞത്. കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ, ഇടതുപക്ഷത്തിന് എത്രയോ ഹാൻഡിലുകൾ, ഇവരെല്ലാം ഈ രാജ്യത്ത് 2 ആഴ്ചക്കാലം, അതായത് 13-14 ദിവസക്കാലം പഹൽഗാം വിഷയവുമായി ഉണ്ടായതിനു ശേഷം നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തില്ല, പാകിസ്ഥാനെതിരെ അടിച്ചില്ല, തിരിച്ചടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ സർക്കാരിനെതിരെ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷെ നമ്മൾ ആ തീവ്രവാദികളുടെ ക്യാമ്പിൽ പോയി അക്കമിട്ട് നിരത്തി എണ്ണി നിരത്തി ഏതൊക്കെയാണെന്ന് ലോകത്തോട് പറയുന്ന തരത്തിൽ, നമ്മുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ സൈന്യം ഒറ്റയടിക്ക് ആ തീവ്രവാദത്തിന്റെ മണിയൊടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് പൂർണ്ണമായി അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മളാരും. കാരണം തീവ്രവാദത്തെ അത്ര പെട്ടെന്ന് ഭീകരവാദത്തെയോ അത്ര പെട്ടെന്ന് ഒറ്റയടിക്ക് ഇല്ലാതെയാക്കാൻ ഒരു രാജ്യത്തു നിന്നും കഴിയുന്ന കാര്യമല്ല. അത് അമേരിക്ക അടക്കമുള്ള ലോകശക്തികൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മളുടെ രാജ്യം അവരുടെ മടയിൽ പോയി അവരെ ആക്രമിച്ച് അവരുടെ ഭീകരവാദ ക്യാമ്പുകൾ തകർത്തു. പക്ഷെ അത് തകർക്കുന്ന 2 ദിവസക്കാലത്തേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന പല നേതാക്കന്മാരും, അവർ സംയമനം പാലിച്ചു, മിണ്ടാതിരുന്നു. അത് ദേശീയ തലത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് ആ പാകിസ്ഥാൻ അകത്ത് കയറി രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് അതിർത്തി കടക്കാതെ നമ്മുടെ സൈന്യം നടത്തിയിട്ടുള്ള ധീരമായിട്ടുള്ള പോരാട്ടമാണ്. എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, സോഫിയ ഖുറേഷിയുടെ കാര്യത്തിലാണെങ്കിലും വ്യോമിക സിംഗിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അഭിമാനം കൊള്ളുന്നത് അവർ നേരത്തെയും നടത്തിയിട്ടുള്ള സൈനിക നേതൃത്വത്തിന്റെ പേരിലാണ്. അല്ലാതെ ഇപ്പോൾ അവർ പത്രസമ്മേളനം നടത്തുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നവും. ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ പോലും 2 സ്ത്രീകൾ ഇരിക്കുകയാണല്ലോ മുൻനിരയിൽ. അപ്പോൾ വ്യോമിക സിംഗിനെ പിക്ക് ചെയ്യാതെ സോഫിയ ഖുറേഷിയെ മാത്രം പിക്ക് ചെയ്യുകയാണ് ബിജെപിയുടെ ഒരു മന്ത്രി. എന്നിട്ട് പറയുന്നു ഭീകരവാദികളുടെ സഹോദരികളെ കൊണ്ട് തന്നെ നരേന്ദ്രമോദി അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു, അവർക്കെതിരെ പോരാടിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് അതിന്റെ മെസ്സേജ്? ഭീകരവാദികളുടെ സഹോദരി എന്ന ഈ ബിജെപി മന്ത്രി ഉദ്ദേശിക്കാൻ കാരണം എന്തായിരിക്കും ശ്രീ കൃഷ്ണദാസ്? അത് ബിജെപിക്കുള്ളിലുള്ള മതവൈര്യമല്ലേ? എനിക്ക് അങ്ങയോട് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ ഒറ്റക്ക് നടക്കുന്ന ഈ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നുണ്ടാകുന്ന, ഒരു കോണിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തെ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ, ഒരു അഭിപ്രായത്തെ ഒന്നും ഒരു ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒരു ചർച്ചയുടെ ഭാഗമാക്കി ഈ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് അത് തെറ്റാണ്. ആ സാഹചര്യം ഉണ്ട് കൃഷ്ണദാസ്. എന്തുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ട്? അത് അങ്ങ് പറയുന്നത് തെറ്റാണ്. രാജ്യത്തിന്റെ മുഖമായി നിന്ന ഒരു സ്ത്രീക്കെതിരെ, ഒരു സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ വിധത്തിൽ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എന്താണ്? അവരും ഭീകരവാദിയാണ്. അപ്പോൾ അവരെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? അവരുടെ മതമാണ്. അത് പറയുന്നതാണ് ആരാണ്? രാജ്യത്തെ നയിക്കുന്ന ബിജെപി എന്ന കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പദവി വഹിക്കുന്ന ഒരാളാണ്. ഇനി താങ്കൾ പറയുന്ന തരത്തിൽ ആ ചർച്ചയ്ക്ക് തന്നെ സ്കോപ്പ് ഇല്ലാതാകുമായിരുന്നു. എപ്പോൾ ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ്, ബിജെപിയുടെ അഭിപ്രായമല്ല, ബിജെപി ഇതാ ഇതിനെ തള്ളിക്കളയുന്നുവെന്ന് താങ്കൾ മുൻപ് പറഞ്ഞ ആരെങ്കിലും ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴും ആ വർഗീയ പരാമർശം നടത്തിയാൽ ബിജെപിയുടെ മന്ത്രി പദവി അലങ്കരിക്കുകയാണ് കൃഷ്ണദാസ്. എന്നിട്ട് താങ്കൾ പറയുന്നു ഇതിൽ ദേശീയ തലത്തിൽ ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഇല്ലാത്ത വിഷയമാണ് എന്നുള്ളത്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? നമ്മൾക്ക് ചില വിഷയങ്ങളിൽ ഒരു പ്രശ്നം സമൂഹത്തിലേക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് ഇല്ലാതെയാക്കുന്നത്? ഒന്നുകിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള സൈലൻസ് എടുക്കുക, ഇനി അതല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ പർവ്വതീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തെ ഇല്ലാതെയാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ അഭിപ്രായം മുഴച്ചു നിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ വീണ്ടും അഭിപ്രായങ്ങൾ പറഞ്ഞ് വീണ്ടും അതിൽ ചർച്ച ഉണ്ടാക്കാനുള്ള ശ്രമമല്ല ഉണ്ടാകേണ്ടത്. അത് അവിടെ വെച്ച് മുളയിലെ തന്നെ നുള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു, നടപടിയുമായി മുന്നോട്ട് പോകുന്നു, അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് രണ്ടാമത്തെ കാര്യം. ഈ പാർട്ടിയുടെ അഭിപ്രായം അതുകൊണ്ടാണല്ലോ അഖിലേന്ത്യാ നേതൃത്വം പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, പാർട്ടിയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ ആര് പറഞ്ഞു? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, അതിൽ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. ബിജെപിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന്
കൊടുത്തിട്ടുള്ള നിർദ്ദേശവും ഒക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും ബി ജെ പിയുടെ ഒരു അഖിലേന്ത്യാ മീറ്റിംഗിൽ ഇരുന്നല്ലോ അദ്ദേഹം ആ പരാമർശം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് അതിനുള്ളിൽ തന്നെ തിരുത്തിയാൽ മതി കൃഷ്ണദാസ്. ബി ജെ പിയുടെ ഒരു മീറ്റിംഗിനുള്ളിൽ ഇരുന്നാണ് വിജയ് ഷാ അങ്ങനെ ഒരു പരാമർശം നടത്തിയതെങ്കിൽ നിങ്ങൾ അത് ആ മീറ്റിംഗിനുള്ളിൽ തിരുത്തിയാൽ മതി, അദ്ദേഹത്തെ തിരുത്തിയാൽ മതി, അദ്ദേഹത്തിന് ഇത് വിശദീകരണം ചോദിച്ചാൽ മതി. അത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എവിടെയാണ്? ഒരു പൊതുമധ്യത്വം നിന്നാണ്. ആ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ കൈയടിച്ച് ആഹ്ലാദിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള വെറുപ്പാണത്. ആ വെറുപ്പിനെ സമൂഹത്തിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിട്ടിട്ട് നിശബ്ദതയാണ് ഇതിൽ ഏറ്റവും നല്ല ആയുധം എന്ന് പറഞ്ഞാൽ ആരോടാണ് ഈ പറയുന്നത്? അസിത, തീവ്രവാദ അക്രമത്തെ, ഭീകരവാദ അക്രമത്തെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി 370-ാം വകുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനവും അതല്ലെങ്കിൽ കാശ്മീരിൽ നടക്കുന്ന പ്രശ്നങ്ങളുമാണ് എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് താരതമ്യം പോലും ഇല്ലാത്ത വിഷയമല്ലേ കൃഷ്ണദാസ്? അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടിനെതിരെയാണ് വിമർശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അത് എല്ലാവർക്കും നടത്താം. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് CPM എന്ന കക്ഷിയാണല്ലോ. ആ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ BJP എന്തൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? അതുപോലെയാണോ ഒരു സൈനിക ഓപ്പറേഷന് നേതൃത്വം നൽകിയ ഒരു ഉദ്യോഗസ്ഥയെ, ഒരു സൈനിക ഉദ്യോഗസ്ഥയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിക്കുന്നത്? രണ്ടും ഒരുപോലെയാകുന്നത് എങ്ങനെയാണ്? രാജ്യത്തെ ജനങ്ങളുടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ആ ദേശീയ നേതാവ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് പറയുന്ന സന്ദേശം എന്താണ്? അല്ല, താങ്കൾ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ 370 റദ്ദാക്കിയത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിഘാതമാണെന്ന് CPM ആദ്യമായാണ് പറയുന്നതെന്ന്. അത് ആ തീരുമാനത്തിലേക്ക് BJP പോകുന്ന ഘട്ടം മുതൽ തന്നെ CPIM അല്ല എല്ലാ പ്രതിപക്ഷ കക്ഷികളും ആവർത്തിക്കുന്ന വാദമാണത് കൃഷ്ണദാസ് ഏട്ടാ. അതിലൊരു സംശയവുമില്ല. അത് നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണല്ലേ. ആ വിമർശനം എന്തിനെതിരെയാണ്? BJP സർക്കാരിന്റെ നിലപാടിനെതിരെയാണ്. ഇവിടെ എന്താണ് വിമർശനം? ആ സൈനിക ഉദ്യോഗസ്ഥയെ വ്യക്തിപരമായി ആക്രമിക്കുന്നു, അവരുടെ മതം നോക്കി. എന്തുകൊണ്ട് വ്യോമിക സിംഗിനെതിരെ പറയാൻ BJP നേതാവ് മുതിരുന്നില്ല കൃഷ്ണദാസ്? അപ്പോൾ അതിന്റെ ആധാരം എന്താണ്? സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് അസിത? ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യുകയും കാണുകയും ചെയ്തതല്ലേ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, പ്രധാനമന്ത്രിയുടെ നിലപാട്, പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ നിലപാട്, വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ നിലപാട്, രാജ്യത്തിന്റെ നിലപാട് ഭീകരവാദത്തെ തകർക്കുക എന്നുള്ളതാണ്. അത് ലോകത്തോട് പറയാൻ ഈ രാജ്യം നിയോഗിച്ചത് ആരെയാണ്? ഭൂമിക സിംഗിനെയും. അപ്പോൾ ആ പ്രധാനമന്ത്രി ആ നിലപാട് രാജ്യത്തോട് പറയാൻ നിയോഗിച്ച ആൾക്കെതിരെ ഒരാൾ, അത് ആരുമായിക്കോട്ടെ, അല്ല, ചോദ്യം വളരെ ലളിതമാണ് കൃഷ്ണദാസ്. നോക്കൂ, ആ നിലപാട്, രാജ്യത്തിന്റെ നിലപാട് രാജ്യത്തോട്, ലോകത്തോട് പറയാൻ പ്രധാനമന്ത്രി നിയോഗിച്ച ഒരു വ്യക്തിക്കെതിരെ, ആരുമായിക്കോട്ടെ, BJP ആരുമായിക്കോട്ടെ, അയാൾ ഒരു പരാമർശം നടത്തുമ്പോൾ അത് ആ വ്യക്തിക്കെതിരാണോ, ആ രാജ്യത്തിനെതിരാണോ, അതിനെ നിയോഗിച്ച പ്രധാനമന്ത്രിക്ക് കൂടി എതിരാണോ? അപ്പോൾ ആ നിലയിലല്ലേ നിങ്ങൾ ആ വിഷയത്തെ കാണേണ്ടത്? ഞാൻ പൂർത്തിയാക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, രാജ്യം അവരെ നിയോഗിച്ചത് അവർ നേരത്തെ നടത്തിയിട്ടുള്ള സേവനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അവർ സൈന്യത്തിൽ നടത്തിയിട്ടുള്ള സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ നടത്തിയിട്ടുള്ള സേവനത്തെയാണെങ്കിലും നിങ്ങളിപ്പോ അതിന്റെ ഇടയിൽ ഒരു വീഡിയോ കാണിച്ചല്ലോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ലാൽ അതിനെ കുറിച്ചല്ലേ പറഞ്ഞത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് ഇതിനെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ് രാജ്യത്ത് ആദ്യമത്തിന്റെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയത് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെന്നേ. ആ അഭിപ്രായത്തെ തുടർന്നാണ് മറ്റു പലരും അഭിപ്രായം പറയാനുള്ള കോൺഗ്രസിന്റെ പ്രമുഖ സിദ്ധരാമയ്യ, KC വേണുഗോപാൽ, കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ, ഇവരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം. എന്താ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്? കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീകരവാദികൾ നടത്തുന്ന അക്രമത്തെ പരോക്ഷമായി, അതാ ഞാൻ പറയുന്നത്, പരോക്ഷമായി അതിനെ ഒരു തരത്തിൽ, ഏതെങ്കിലും തരത്തിൽ അതിനെ സഹായിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം നടത്തുന്നതിന് ജനത്തിന് ചെറുക്കൂട്ടിയെടുക്കാൻ അങ്ങനെ നമ്മുടെ രാജ്യത്ത് കഴിയുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യം ധീരമായിട്ടുള്ള 2 സൈനിക ഉദ്യോഗസ്ഥരെയാണ്, 2 വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഈ വിഷയം ലോകത്തോട് പറയാൻ ഏർപ്പാടാക്കിയത്. അവരെയാണ് അതിന് ചുമതലപ്പെടുത്തിയത്. അതിനപ്പുറത്തേക്ക് മറ്റാര് പറയുന്നതിന്, ഞാൻ പറയുന്നതിനോ, അസിത പറയുന്നതിനോ, ലാൽകുമാർ പറയുന്നതിനോ, CPM-ന്റെ പ്രതീത് പറയുന്നതിനോ യാതൊരു പ്രസക്തിയില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറ്റ്സെൽഫ് അവിടെ നിൽക്കുകയാണ്. ഇവിടെ കൈരളിയുടെ ഫ്ലോറിൽ വന്നിരുന്ന കൃഷ്ണദാസ് അതല്ല BJP-യുടെ നിലപാട്, അതല്ല രാജ്യത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അതങ്ങ് ഇല്ലാതാകുമോ നിതീഷ് നാരായണൻ? രാജ്യത്തിന്റെ നിലപാട് അതാണ്, BJP-യുടെ നിലപാട് അതാണ്, BJP-യുടെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ നിലപാടാണ് കൃഷ്ണദാസ്. പക്ഷേ BJP-യുടെ നിലപാടാണ് പ്രശ്നം. നിതീഷ് നാരായണൻ, BJP ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയും BJP ഗവൺമെന്റിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും BJP ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരും അവർ പറയുന്നതാണ് അഭിപ്രായം. ശരി, പറയൂ നിതീഷ്, പറയൂ. ഒന്ന്, ആദ്യം അദ്ദേഹം ഇവിടെ നടത്തിയ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. അത് പറയണം എന്ന് തോന്നുന്നു. CPM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി എന്തോ ഭീകരവാദത്തിന് അനുകൂലമായിട്ടുള്ള സമീപനം എടുത്തു എന്ന് ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിനെ കുറിച്ചിട്ടൊക്കെ സൂചിപ്പിച്ചു. അദ്ദേഹം എന്താണെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർട്ടിക്കിൾ 300
ആ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറഞ്ഞതാണ്. അങ്ങനെയല്ല സഖാവ് ബേബി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല സഖാവ് ബേബി പറഞ്ഞിട്ടുള്ളത്. താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർട്ടിക്കിൾ 370 പാകിസ്ഥാൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമല്ല. ഞാൻ പറയട്ടെ, അല്ല, സഖാവ് ബേബി പറഞ്ഞത് ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്ന സമയത്ത്, കാശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒഴിവാക്കുന്ന സമയത്ത്, ആ സ്റ്റേറ്റിനെ വിഭജിക്കുന്ന സമയത്ത് മോഡി ഗവൺമെന്റ് പറഞ്ഞത്, അതിന്റെ കാരണമായി പറഞ്ഞത് ഭീകരവാദത്തെ തകർക്കാൻ വേണ്ടിയിട്ടും താഴ്വരയിലേക്ക് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് പെഹൽഗാമിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, അതാണ് പുൽവാമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ള പ്രത്യേക അധികാരങ്ങളാണ്. അങ്ങനെ പ്രത്യേക അധികാരങ്ങളുള്ള പല സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. പല ആർട്ടിക്കിളുകളിലും അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റും. ഒന്നുകൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം, ഈ കാശ്മീർ ഇന്ത്യയിലേക്ക് ചേരരുത്, അതൊരു സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രമായിട്ട് നിൽക്കണം, അതൊരു സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രമാക്കി നിൽക്കണം എന്നുള്ള നിലപാടായിരുന്നു അന്ന് ജനസംഖ്യ ഉണ്ടായത് എന്നുകൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, കാശ്മീരിൽ ഭീകരവാദം അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അത് മാത്രമല്ലല്ലോ, നോട്ട് നിരോധിക്കുമ്പോൾ എന്താ പറഞ്ഞത്? 2016 നോട്ട് നിരോധിക്കുമ്പോൾ പറഞ്ഞ കാരണം ഇതാ കാശ്മീരിൽ നോട്ട് നിരോധനത്തോടു കൂടിയിട്ട് ഭീകരവാദം പൂർണ്ണമായിട്ട് അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമല്ലേ പത്താൻകോട്ട് ഉണ്ടായത്, അതിനുശേഷമല്ലേ ഉറിയിൽ അറ്റാക്ക് ഉണ്ടായത്, അതിനുശേഷമല്ലേ പുൽവാമയിൽ അറ്റാക്ക് ഉണ്ടായത്, പുൽവാമയിൽ ആക്രമണം ഉണ്ടായതിന് ശേഷമല്ലേ BJP തന്നെ നിയോഗിച്ചിട്ടുള്ള സത്യപാൽ മാലിക്, അവിടുത്തെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് നേരത്തെ ഇത്തരത്തിലുള്ള സൂചന ഉണ്ടായിട്ട് പോലും ഗുരുതരമായിട്ടുള്ള മുൻകരുതൽ എടുക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളത് രാജ്യത്തോട് വിളിച്ച് പറഞ്ഞിട്ടുള്ള ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു നേരത്തെ ഇതെന്തോ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഒരു മന്ത്രിയാണ്, ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ അവതാരിക സൂചിപ്പിച്ചു, അദ്ദേഹം ഈ വിദ്വേഷ പ്രചരണം നടത്തിയപ്പോൾ അതിന് ഉയർന്നൊരു കയ്യടിയാണ്. ആ കയ്യടി എവിടുന്നാണ് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ കൈയടിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സൈന്യത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു വനിതയെ അവരുടെ മതം നോക്കിയിട്ട് അധിക്ഷേപിക്കുമ്പോൾ അതിന് കൈയടിക്കുന്ന ഒരു ആൾക്കൂട്ടത്തെ ആരാ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല. ആരതിക്കെതിരായിട്ട് വിദ്വേഷ പ്രചരണം ഉണ്ടായിട്ടില്ലേ? ഹിമാൻഷി നർവാളിനെതിരായിട്ട് വിദ്വേഷ പ്രചരണം ഉണ്ടായിട്ടില്ലേ? എന്തായിരുന്നു ഹിമാൻഷി നർവാൾ ചെയ്ത പാതകം? ഈ ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്കും കാശ്മീരികൾക്കും എതിരായിട്ടുള്ള വിദ്വേഷമായിട്ട് ഇതിനെ മാറ്റരുത് എന്നവർ പറഞ്ഞതിനല്ലേ? രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കരുത് എന്ന് പറഞ്ഞ കാരണം കൊണ്ടല്ലേ? ഈ വിക്രം മിശ്രയ്ക്കെതിരായിട്ട് വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സിൻ്റെ കണക്ക് ഇന്ന് വന്നിട്ടുള്ളത് 184 ഹേറ്റ് ക്രൈം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പെഹൽഗാം വിഷയത്തിന് ശേഷം ആ വിഷയം ഉയർത്തിക്കൊണ്ട് ആ ഹേറ്റ് ക്രൈം ഭൂരിപക്ഷവും ഉണ്ടായിട്ടുള്ളത് മുസ്ലിങ്ങൾക്കെതിരാണ്, കാശ്മീരികൾക്കെതിരാണ്. കാശ്മീരിന് പുറത്തുള്ള കാശ്മീരികൾക്കെതിരായിട്ടുള്ള എന്തെല്ലാം തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടു. പെഹൽഗാമിലെ ടൂറിസ്റ്റുകളെ ഭീകരവാദികൾ ആക്രമിച്ചപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ജീവൻ പൊലിഞ്ഞ, അവിടെ രക്തസാക്ഷിയായിട്ടുള്ള കാശ്മീരിലുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പറയാൻ വേണ്ടി പറ്റുന്നില്ല? ഈ വിദ്വേഷമല്ല, ഈ വെറുപ്പല്ല നമ്മുടെ വഴി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല? നിങ്ങൾ ആരെയാ രാജ്യദ്രോഹികളാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രണ്ടാമത്തെ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്നുള്ളത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് സംഘപരിവാരത്തെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് സോഫിയ ഖുറൈഷിക്കെതിരായ വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ കൈയടിച്ചിട്ടുള്ള സംഘപരിവാരത്തിന്റെ ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ മുസ്ലിങ്ങളെ ഉൾപ്പെടെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച വിദ്വേഷ പ്രചരണം നടത്തിയിട്ടുള്ള സംഘപരിവാരത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം ശരി കൃഷ്ണദാസ്, നിങ്ങൾ ഞങ്ങളുള്ളതാണ് പ്രശ്നമെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ വിജേഷ പറഞ്ഞ അവർ ആരാണ്? വിജേഷ പറഞ്ഞ അവർ ആരാണ്? അവരുടെ സഹോദരിയാകുന്നത് എങ്ങനെയാണ്? രാജ്യത്തിന്റെ മുഖമായിരുന്ന സോഫിയ ഖുറൈഷി, അതിനു കൂടി മറുപടി പറയൂ.
ആരെക്കുറിച്ചാണ് നിങ്ങൾ എന്ന് പറയുന്നത്? അല്ലാതെ അദ്ദേഹം വിശദീകരിച്ചല്ലോ. നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ രാജ്യത്ത് മതവിദ്വേഷം നടത്തുന്ന ആളുകളെയാണ്. ഈ രാജ്യത്ത് സോഫിയ ഖുറേഷി അധിക്ഷേപിക്കുകയും ആ അധിക്ഷേപത്തിന് കൈയടിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെയാണ്. ശ്രീ കൃഷ്ണദാസ, നിതീഷ് ഈ മതഭീകരവാദത്തിന് കൈയടിക്കുന്നവരെ നിങ്ങളെന്ന് വിശേഷിപ്പിച്ചപ്പോൾ അങ്ങേക്ക് പൊള്ളുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ എന്ന് ഈ വിജയ് ഷാ എന്ന് പറയുന്ന BJP-യുടെ മന്ത്രി വിശേഷിപ്പിച്ചത് ആരെയാണ്? അവരുടെ സഹോദരി എന്ന് സോഫിയ ഖുറേഷിയെ വിശേഷിപ്പിച്ചപ്പോൾ എന്താണ് അങ്ങേക്ക് പൊള്ളാതിരുന്നത്? പേരിടുന്ന പോലെ BJP എന്ന് പറയാം, പേരിടുന്ന പോലെ കോൺഗ്രസ് കേന്ദ്ര സർക്കാർ എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു, BJP ചെയ്തു എന്നല്ലേ? അല്ല, അല്ലാതെ ആരാണ് BJP-യുടെ മന്ത്രിയല്ലേ? എല്ലാ ആളുകളെയും തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഈ പ്രസ്താവന നടത്തിയ വിജയ് ഷാ BJP അല്ലേ? അദ്ദേഹത്തിനൊപ്പം ആ വേദിയിലിരുന്ന് കൈയടിച്ചവർ BJP അല്ലേ? ഉല്ലസിച്ചവർ BJP അല്ലേ? അവരൊന്നും അപ്പോൾ BJP അല്ലേ? അദ്ദേഹത്തെ തള്ളി പറയാത്ത ആളെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ പേരെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയാ? ഞാൻ പറഞ്ഞു അത് സംഘപരിവാരത്തെയാണ് ഉദ്ദേശിച്ചത്. താങ്കൾ സംഘപരിവാരമാണെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന സംഘപരിവാരത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്കൾ സംഘപരിവാരമാണെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന സംഘപരിവാരത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാജ്യത്തെ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന ധീര വനിതയെ അധിക്ഷേപിക്കാൻ മടിയില്ലാത്ത, അധിക്ഷേപിച്ചയാളെ ഇപ്പോഴും അവരെ മന്ത്രിപദത്തിൽ വാഴിക്കുന്ന സംഘപരിവാരത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സംഘപരിവാരത്തിലെ ഏതാണ്? സർക്കാരിലെ ഏതാണ്? സംഘപരിവാരത്തിലെ ഏതാണ്? നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറ. ഞാൻ നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിലപാടാണ് പറഞ്ഞത്. ആ MA ബേബിയെ ഞാൻ പേരെടുത്താ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞ നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ സംഘപരിവാർ എന്ന് പറയുന്നത് അത്രയ്ക്കും നാണക്കേട് ഉണ്ടാക്കുന്നതാണോ കൃഷ്ണദാസ്? സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അതിൽ ആരാണെന്ന് എടുത്തു പറയണമെന്ന് പറയുമ്പോൾ ഇൻ ജനറൽ സംഘപരിവാർ എന്ന് പറയുന്ന ടേം താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ നാണക്കേടോ ഉണ്ടാക്കുന്നതാണോ? ശ്രീ കൃഷ്ണദാസ്, ഞാൻ കേട്ടില്ല, എന്താ ചോദിച്ചത്? അല്ല, സംഘപരിവാർ എന്ന് പറയുമ്പോൾ അതിൽ ആരാണെന്ന് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻ ജനറൽ സംഘപരിവാർ എന്ന് പറയുമ്പോൾ അത് താങ്കളെ പോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ നാണക്കേടോ ഉണ്ടാക്കുന്ന പദമാണോ? എന്റെ സ്റ്റാൻഡ് ആ കാര്യത്തിൽ ക്ലിയർ ആണ് അസിത. അതായത് ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ, ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ചാലും ഞാനാണെങ്കിലും, ഞാൻ അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ആദ്യ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു. ഞാൻ പേരെടുത്ത് പറഞ്ഞല്ലേ അല്ല, അദ്ദേഹം ആ വിജയ് ഷായുടെ പരാമർശത്തെയും അതിന് ചുറ്റും കൈയടിക്കുന്ന ആളുകളെയും ചേർത്താണ് പറയുന്നത് സംഘപരിവാർ നിങ്ങൾ എന്ന്. അതെന്താണ് പ്രശ്നം? ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല കൃഷ്ണദാസ്, അത് ലോജിക്കില്ലാത്ത വാദമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും പറയാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതിൽ വെറുതെ സമയം കളയേണ്ടതില്ലല്ലോ. ലോജിക്കില്ലാത്ത വാദമാണ്. ഇപ്പോൾ ശ്രീ ലാൽകുമാർ ഭീകരവാദത്തിനെതിരെ അവർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭീകരവാദികളെ അവർ എന്ന് വിശേഷിപ്പിച്ച അവരുടെ സഹോദരിയെ അയച്ചു എന്ന് പറയുമ്പോൾ ഇല്ലാത്ത പൊള്ളൽ ഇപ്പോൾ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇൻ ജനറൽ സംഘപരിവാർ എന്ന് ചേർത്ത് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ് ശ്രീ ലാൽകുമാർ? ഞാനതാണ് സൂചിപ്പിച്ചത്. എന്നോടാണോ ചോദ്യം? അല്ല, ലാൽകുമാർ ഞാൻ പറയട്ടെ. പറയൂ. നോക്കൂ, ഇവിടെ പ്രശ്നം എന്താ? ഞാനത് വേറൊരു ആസ്പെക്റ്റ് കൊണ്ടുവരാം. ഇവർ പറയുന്ന ബ്ലെയിം ഗെയിം ആണല്ലോ ഈ നടക്കുന്നത്, ബ്ലെയിം ഗെയിം. ഈ RSSന്റെ ജെ നന്ദകുമാർ എന്ന് പറയുന്ന ഇവരുടെ ഒരു നേതാവുണ്ട്. RSSന്റെ പേരാണല്ലോ പ്രശ്നം. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് പെഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികൾ സുപ്രീം കോടതിയാണെന്നാണ്. ഇത് വാർത്ത വന്നതാ. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉണ്ട്. എന്താ മറുപടി എന്താണെന്ന് ചോദിച്ചേ? പേരുണ്ടല്ലോ. സുപ്രീം കോടതിയാണോ ഉത്തരവാദികൾ? MA ബേബി പറഞ്ഞത് ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് ഇവിടെ CPM-ന്റെ പ്രതിനിധി വ്യക്തമാക്കി പറഞ്ഞു എന്താണ് സംഭവിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചത്. കാര്യം അബ്രഗേഷൻ ഓഫ് 370 അത് ഒരു കാരണവശാലും തീവ്രവാദത്തെ തടഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കറക്റ്റുമാണ്, അതിനകത്തൊരു തെറ്റും ഇല്ലാത്ത കാര്യമാണ്. പിന്നെ നമുക്ക് പറഞ്ഞ് ഇങ്ങനൊരു ഫോൾസ് നറേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പറഞ്ഞ് വിജയിക്കാൻ പറ്റത്തില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് പെഹൽഗാം ആക്രമണം പാകിസ്ഥാനിൽ നിന്ന് വന്ന ലക്ഷറി തോയ്ബയുടെ ഓഫ് ഷൂട്ടിൽ നിന്ന് വന്നതാണെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാനമന്ത്രി പറയുന്ന ലോകത്തെ അഭിസംബോധന ചെയ്യുമ്പം പാകിസ്ഥാനെ ആക്രമിക്കുന്ന അതേ വിഷയം RSSകാരന് നന്ദകുമാറിന് എങ്ങനെ സുപ്രീം കോടതിയുടെ മണ്ടയ്ക്ക് ഉത്തരവാദിത്വം വെക്കാൻ പറ്റും എന്ന് പറയണ്ടേ? അങ്ങനെ വെക്കാൻ പറ്റുന്നേ? RSSകാരൻ ജെ നന്ദകുമാർ സംഘപരിവാർ ഏതാന്നുള്ളതാണല്ലോ ചോദ്യം. RSSകാരൻ ചോദിച്ച്
കൃഷ്ണ സംഘടന ചോദ്യം മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. എന്നോടാണോ? അതെ അതെ, അങ്ങയോടാണ് ചോദ്യം ലാൽകുമാർ വെച്ചത്. അല്ല, ഞാൻ ശ്രീ ലാൽകുമാർ അദ്ദേഹം ബഹുമാനനായിട്ടുള്ള എന്റെ സുഹൃത്താണ്. എനിക്ക് അദ്ദേഹത്തിനോട് ഒരൊറ്റ കാര്യമേ പറയാറുള്ളൂ. ഞാൻ ഈ ചർച്ചയിൽ വരുമ്പോൾ തന്നെ എന്റെ സ്റ്റാൻഡ് ഞാൻ ക്ലിയർ ചെയ്തതാണ്, പാർട്ടിയുടെ സ്റ്റാൻഡ് ഞാൻ ക്ലിയർ ചെയ്തതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരാളോ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിനെ എടുത്തു പറയുക എന്നുള്ളതല്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം അല്ലെങ്കിൽ പാർട്ടിയുടെ സർക്കാരിന്റെ സംവിധാനം അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ വിഷയങ്ങളെ മുഴുവൻ തന്നെ അദ്ദേഹത്തിന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മറുപടിയായി അദ്ദേഹം ചോദിച്ച ചോദ്യമായിരുന്നു. മറുപടിയായി ലാൽ പൂർത്തിയാക്കൂ. എന്നോടാണ് സംഭവം ഇത്രേ ഉള്ളൂ. ഇവർക്ക് ഇപ്പൊ നന്ദകുമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നന്ദകുമാർ എന്ന് പറയുന്ന ആൾ, ജെ നന്ദകുമാർ എന്ന് പറയുന്ന ആൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുകയും ഈ എല്ലാ കോണുകളിലും പോയി പ്രസംഗിക്കുന്ന ആളുമാണ്. അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു സുപ്രീം കോടതിക്കെതിരെ. സുപ്രീം കോടതിയിലെ കൊളീജിയത്തിലെ കൊളീജിയം എമ്പുരാന്മാർ അവിടെ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രയോഗം നടത്തിയത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇങ്ങനെ 1000 പേരുണ്ട്, സർസംഘചാലക് പറഞ്ഞാൽ മാത്രമേ അപ്പം ഈ പറയുന്ന അഭിപ്രായമാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ സർസംഘചാലക് പറയണം. നിങ്ങളുടെ പറയുവോ? പ്രധാനമന്ത്രി പറയണം മിണ്ടാതിരിക്കാൻ. ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. അത് പറയാതിരുത്തിട്ട് ഇപ്പൊ CPM ജനറൽ സെക്രട്ടറിക്കെതിരെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ താഴെയുള്ള ഈ പറയുന്ന വാലറ്റങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പ്രചരിപ്പിക്കുകയാണ്, കേരളത്തിൽ അത് കാരണമാണെന്ന് പറയുകയാണ്, അതിന് വലിയ അക്സെപ്റ്റൻസ് കിട്ടുകയാണ്. ആ അക്സെപ്റ്റൻസിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഏതാണ് നമ്മൾ പിടിക്കേണ്ടത്? നിങ്ങൾക്ക് ഏതിലാണ് ലയബിലിറ്റി ഉള്ളത്? ഒരാള് ഏറ്റവും വർഗീയമായ ഒരു കാര്യം താഴെ പറഞ്ഞാൽ അയാൾക്ക് ലീഗൽ ലയബിലിറ്റി ഇല്ലേ? നിക്ക് ഞാൻ പറഞ്ഞു നിക്ക് ഞാൻ പറയട്ടെ. ഞാൻ താങ്കൾ സംസാരിച്ച് വേണ്ടതില്ല, ഇടപെടത്തുമില്ല, എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കാര്യം ആരാണ് പറയേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം. ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നില്ലെന്നേ. ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുമ്പം ഈ താഴെ പറയുന്ന വാലറ്റങ്ങളെല്ലാം ടെയിലൻഡേഴ്സ് എല്ലാം, നിങ്ങൾ പറയുന്ന ടെയിലൻഡേഴ്സ് അവരെല്ലാം കയറി ഗോളടിക്കുക. അതിനെതിരെ എന്താ നമ്മുടെ നിലപാടെടുക്കണ്ടേ? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യം റഫർ ചെയ്യണ്ടേ? ഈ പറയുന്നത് തെറ്റാണെന്ന് പറയണ്ടേ? നോക്കൂ, പെഹൽഗാമിൽ ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് വരുന്നു. ആ പേര് കൊടുത്ത് പ്രധാനമന്ത്രിയാന്ന് പറയുന്നു. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്തൊരു നല്ല ഒരു സിംബോളിക്കാന്ന് പറഞ്ഞു. അതിൻ്റെ സെക്യുലർ ആസ്പെക്റ്റ് ഒക്കെ പോട്ടെ, അത് നല്ലതായിട്ട് നിൽക്കുന്നു. 2 സ്ത്രീകളെ ഫീൽഡ് ചെയ്യുന്നു. ആദ്യത്തെ 15 ദിവസം നിങ്ങളെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് കാര്യം there is absolute inaction from your side. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ടോട്ടൽ ഇനാക്ഷൻ 15 ദിവസം വരുമ്പം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ബാക്കിയുള്ളവരും ചോദിക്കത്തില്ലേ, ഈ പറയുന്ന 28 പേരുടെ ജീവൻ പോയ വിഷയത്തിൽ നിങ്ങൾ സർക്കാർ എന്താണ് പ്രതികരിക്കാത്തത്, മിണ്ടാത്തത്? സർക്കാർ പ്രതികരിച്ചപ്പോൾ പിന്നെന്താ നമ്മുടെ ജോലി? സർക്കാരിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ രാഷ്ട്രം ഒന്നിച്ചായിരുന്നു ആ വിഷയത്തിൽ. കാര്യം BJP എന്നോ കോൺഗ്രസ് ഒന്നുമില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വരുന്നു, ആക്രമിക്കാൻ പറയുന്നു, സൈനികർക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ആക്രമിക്കുന്നു. ആരാണ് ഒരു മോശം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ആക്രമണം കഴിഞ്ഞു, സീസ് ഫയർ വന്നു. അത് കഴിഞ്ഞ് ആ ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. അത് കഴിഞ്ഞ് നിങ്ങളെ വീണ്ടും സ്ക്രൂട്ടനൈസ് ചെയ്യും. നിങ്ങളോട് ചോദിക്കും എങ്ങനെ തീവ്രവാദികളോട് എത്തി. അതേ ചോദ്യം നിങ്ങൾ അജ്മൽ കസബിന്റെ കാര്യത്തിൽ ചോദിച്ചില്ലേ? അങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാമെങ്കിൽ ഇപ്പുറത്ത് ചോദിച്ചുകൂടെ? രാജ്യം ഒന്നാണ്. അപ്പൊ നിങ്ങൾക്കുള്ള കൗണ്ടർ പരിപാടി ഈ ചോദ്യങ്ങൾ വരാതിരിക്കാനുള്ള, ഈ പറയുന്ന ചോദ്യങ്ങൾ എങ്ങനെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി, എങ്ങനെ ഇന്റലിജൻസ് ലാപ്സ് ഉണ്ടായി, രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. ഇന്റലിജൻസ് ഫെയിലിയർ ഒക്കെ സാധാരണഗതിയിൽ സംഭവിക്കാം. കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞ വലിയ മഹാരാജ്യത്ത് ഇത് ചിലപ്പം ഒരു ഒരു സംഭവമൊക്കെ ചിലപ്പോൾ ഒരു വീക്ക്നെസ് ഒക്കെ വരാം. പക്ഷേ സെക്യൂരിറ്റി ഫെയിലിയർ അങ്ങനെ ഇങ്ങനൊരു സംഭവം അവിടെ തുറന്നു കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല. ഇവർ ചെയ്യുന്ന എന്താ? ഇവരുടെ ആൾക്കാർ ഈ കീഴിലുള്ള വാലറ്റം ചെയ്തുകൊണ്ടിരുന്ന എന്താ? ഒമർ അബ്ദുള്ളയ്ക്ക് അതിന് ഉത്തരവാദിത്വം കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഒമർ അബ്ദുള്ളയ്ക്ക് സുപ്രീം കോടതി വഴി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് വഴി യഥാർത്ഥത്തിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്ന ഒമർ അബ്ദുള്ളയാന്നൊരു ഇത് വരത്തില്ലേ? അതിപ്പോഴും യൂണിയൻ ടെറിട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സെൻട്രലിൻ്റെ കയ്യിലാണെന്നാണ്, അമിത്ഷായുടെ കയ്യിലാണെന്നാണ്. അപ്പോഴും പഴി മറ്റൊരാൾക്ക്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന പഴി, നിങ്ങളെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളിൽ വരുമ്പം നിങ്ങൾക്ക് പഴി മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ പ്രശ്നം. നിങ്ങൾ പെട്ടെന്ന് അത് രാജ്യത്തിന്റെ താല്പര്യം, ദേശീയത, ദേശവിരുദ്ധത എന്ന് പറയുന്ന വലിയ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകും. അതിൽ നിസ്സഹാരായി നിൽക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ.
നോക്കൂ, 2019 ഇവിടെ ആക്രമണം നടന്നപ്പം ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയാണ്. വളരെ കെയർഫുൾ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നൊരു BJPയുടെ പ്രതിനിധി പറയുകയാണ് ഞാൻ പറയുന്ന രാഷ്ട്രവിരുദ്ധ സ്റ്റേറ്റ്മെന്റ് ആണ്. അന്ന് അദ്ദേഹം പറഞ്ഞാണ് കാര്യം പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമാണ്. ഒരാളെ ബ്ലാങ്കറ്റ് ഒരു ബ്രാക്കറ്റിലോട്ട് മാറ്റുകയാണ്, ഇന്ന ആൾ രാജ്യവിരുദ്ധനാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലേഡിക്ക്, ആ ലേഡിക്ക് അവർക്ക് അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ശത്രുവിനെ ആക്രമിച്ച് കൊന്നാൽ മാത്രം പോരാ, അവർ വീണ്ടും വിളിച്ചു പറയണം ഞാൻ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്ന്. സൗകര്യമില്ല. നമുക്ക് അങ്ങനെ പറയാൻ സൗകര്യമില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ ഭാരത് മാതാ കി ജയ് എന്ന് പറയുക, ഇപ്പൊ അസിത ഇവിടെ ഇരുന്നിട്ട് പറയുകയാണ് എന്നോട് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല പറയാൻ. അതുകൊണ്ട് അതെന്റെ ഈ രാജ്യത്തോടുള്ള താല്പര്യത്തിന് കുറവാക്കുന്ന കാര്യമാണോ? എൻ്റെ ഈ രാജ്യത്തോടുള്ള താല്പര്യം എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന, എൻ്റെ ആത്മാവിനകത്ത് നിൽക്കുന്ന സാധനമാണ്. അത് ഒരിടത്ത് നിന്ന് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ വരില്ല. 4 പേര് കൂടി എന്നെ കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിച്ചാൽ നടക്കില്ല. അങ്ങനെയുള്ള നറേറ്റീവാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത്. ഒരു മാധ്യമം എംബോക്കി അയാൾ പറഞ്ഞെന്താ, ഒരു മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട് പറയുക ഭാരത് മാതാ കി ജയ്, അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആൾ മോശക്കാരനാ. അയാൾ മോശമൊന്നുമല്ല. ഭാരത് മാതാ കി ജയ് എന്ന് അയാൾക്ക് ആ ഫ്ലോറിൽ വിളിക്കാൻ പറ്റിയില്ല. അത് മറ്റൊരാളുടെ നിർബന്ധത്തിൽ വരേണ്ട കാര്യമല്ല, അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഉള്ളിൽ നിന്ന് വിളിക്കാനാണെങ്കിൽ നമ്മൾ വിളിക്കുകയും ചെയ്യും. നിന്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് താല്പര്യത്തിന്, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ പൊളിറ്റിക്കൽ നറേറ്റീവിന്റെ താല്പര്യത്തിനനുസരിച്ച് അപ്പുറത്തിരുന്നവൻ തുള്ളിക്കോണം. അത് ഞാൻ മാധ്യമപ്രവർത്തകനെ പറയുന്നത് മാധ്യമപ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ്. അപ്പം മറ്റവന്റെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പുറത്ത് നിൽക്കുന്നവൻ തുള്ളിയില്ല എങ്കിൽ അവൻ രാജ്യവിരുദ്ധനാവും. അതിന് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം അങ്ങ് നോക്ക്. എനിക്കതാ പറയാനുള്ളൂ. ശരി, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ, നോക്കൂ, രാജ്യത്തിന്റെ സൈന്യത്തിനെതിരെ ഒരു വിദ്വേഷ പരാമർശം നടത്തിയാൽ അത് ദേശവിരുദ്ധമാകുമോ? അതെ അതെ, ചോദ്യം വളരെ ലളിതമാണ്. ഇപ്പോൾ എല്ലാവരും ദേശവിരുദ്ധരാകുന്ന കാലമാണല്ലോ. അപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത സൈന്യത്തിനെതിരെ, അതിൽ ഒരു വ്യക്തിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയാൽ അത് ദേശവിരുദ്ധമാകുമോ? നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തെക്കാളൊക്കെ അപ്പുറത്ത് നമ്മളൊരു നീതിയുടെയും ധർമ്മത്തിന്റെയും ഭരണഘടനയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മറ്റേത് രാജ്യത്തെക്കായാലും ഏതൊരാൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യത്ത്. ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണദാസ്? അതാണ് ഇവിടെ പ്രശ്നം. മറ്റൊരു BJP ഇതര കക്ഷിയിലെ ആരെങ്കിലും ആയിരുന്നു ഒരു സൈനിക ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നെങ്കിൽ അത് ദേശവിരുദ്ധമാകുമോ? ഇവിടെ ഇപ്പോൾ പഹൽഗാമിന് പിന്നാലെ ആ ഓപ്പറേഷനെ കുറിച്ചൊരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ മലയാളികളടക്കം എത്ര പേരുടെ വീടുകളിലേക്ക് NIA വന്നിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ രാജ്യവിരുദ്ധം, ഇത് രാജ്യവിരുദ്ധം, ദേശവിരുദ്ധമല്ല. എങ്ങനെയാണ് ആ വേർതിരിവുണ്ടല്ലോ, അതിന്റെ ആ ബാർ എങ്ങനെയാണ്? അസിത, അങ്ങനെ രണ്ടിനെയും രണ്ടായിട്ടല്ല കാണേണ്ടത്. ഏത് ദേശവിരുദ്ധ പ്രവർത്തനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ദേശവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അല്ല, അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഏത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും ദേശവിരുദ്ധനാണ് എന്നുള്ളത് അങ്ങേക്ക് അറിയാം. അപ്പോൾ വിജേഷ നടത്തിയത് ദേശവിരുദ്ധ പ്രവർത്തനമാണോ? അങ്ങനെയാണെങ്കിൽ വിജേഷ ദേശവിരുദ്ധനാണോ? ദേശവിരുദ്ധ പ്രവർത്തനമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ അസിതയോ ലാൽകുമാറോ CPM പ്രതിനിധിയോ അല്ലല്ലോ. നിങ്ങൾ സാമൂഹികമായി ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന ചർച്ചകളെ നിയമപരമായിട്ടുള്ള ചർച്ചകളായി കാണരുത്. കോടതി പറഞ്ഞു കേസെടുക്കാൻ ദേശവിരുദ്ധമായത് കൊണ്ടാണ് എന്നത് പറയുന്നുണ്ട്. അപ്പോൾ ദേശവിരുദ്ധമാണോ? മാധ്യമങ്ങൾ പറയണ്ട, കോടതി പറഞ്ഞ കേസെടുക്കാതിരിക്കുമോ? കോടതി പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ ഞാനൊന്ന് പറയട്ടെ. സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പൂർത്തിയാക്കല്ലേ. ഞാൻ നിങ്ങളോട് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ ചോദിച്ചാൽ അപ്പൊ ആൻസർ പറയുന്ന ആളാണ്. അതായത് നമ്മുടെ രാജ്യത്തെ കോടതികളെ അധിക്ഷേപിക്കുകയും നമ്മുടെ രാജ്യത്തെ കോടതികളെ ചീഫ് ജസ്റ്റിസിനെ അറബിക്കടലെറിയും ചെയ്യുന്ന സംവിധാനം സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ട്. ലാൽകുമാർ അറിയാവുന്നല്ലോ, നമ്മൾ കോടതിയിൽ ഇതെല്ലാം കാണുന്നതല്ലേ. ദേശവിരുദ്ധൻ എന്ന ടാഗ് വരുമെന്ന പേടി നിങ്ങൾക്ക് ഒരു കാലത്തും വേണ്ട. അത് നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണല്ലോ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ആളുകളെ ഗോളി മാറോ എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രിയെ നമ്മൾ ഈ രാജ്യത്ത് കണ്ടിട്ടുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള രാജ്യത്ത് ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്ത് ആളുകളെ കൊലപ്പെടുത്തി, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത്
ജയിലിൽ പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരുമ്പോൾ ആരാണ് പൂമാലയിട്ട് കലാപത്തിലുള്ളവരും സ്വീകരിക്കുന്നത് കേരളത്തിലാണ്? നമ്മൾ കണ്ടിട്ടുണ്ട്. പൂന്തുറ എന്തെല്ലാം കലാപത്തിലുള്ളവരും അനുഭവങ്ങൾ ഇതിന് കേരളത്തിലാണ്. തുല്യമായിട്ടുള്ള ആരാണ് ഇപ്പൊ കലാപത്തിലുള്ളവരും മതം പൂന്തുറ നോക്കിയിട്ട് കലാപത്തിലുള്ളവരും മതം നോക്കിയിട്ട് നോക്കണ്ടേ? കൊന്ന ഭീകരന്മാരുടെ നീചമായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ മതം നോക്കിയിട്ട് ഈ രാജ്യത്തെ ആളുകളെ കൊല്ലുന്ന, വേട്ടയാടുന്ന, ലിഞ്ചിങ് നടത്തുന്ന അനുഭവവും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംസ്കാരത്തിന്റെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം ആ അടവ് കേരളത്തിൽ നടക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എന്താണോ ഉത്തർപ്രദേശിൽ നടത്തുന്നത്, എന്താണോ ഗുജറാത്തിൽ നടത്തിയത്, എന്താണോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ട് വെറുപ്പ് വിതച്ച്, വിദ്വേഷം വിതച്ച്, ആളുകളെ തമ്മിലടുപ്പിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന നേട്ടം കേരളത്തിൽ നടപ്പിലാക്കാൻ വളരെ ക്ലിയർ ആണ്. അപ്പോൾ വിജയ് ഷായ്ക്കെതിരെ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ചോദ്യം. അത് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി മൂന്ന് അതിഥികൾക്കും ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വിസ് പൂർണ്ണമാകുന്നു.